വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്യാൻവാസ് അയൺ ചെയ്ത് ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യാനുള്ളത് ഈ ക്യാൻവാസ് വെച്ചിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സൈഡിലും 1/2 ഇഞ്ച് മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ ചെയ്താൽ മതി. ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ ആ നെക്കിന്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ ഒരു കോണ് വരുന്ന ഭാഗം കണ്ടോ, ഇവിടെ ജസ്റ്റ് ഒരു കുഞ്ഞു കട്ട്, ക്യാൻവാസ് കട്ടാവാൻ പാടില്ല. അതുപോലെ ഈ സൈഡിലും ഒരു കട്ടിട്ട് കൊടുക്കുക. അതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമുക്കിത് ഫോൾഡിങ് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യണം. കറക്റ്റ് 2ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം. അത് കണ്ടോ, ഇവിടെയാണ് സെൻറ്റർ പോയിന്റ് വരിക. ഇനി നമുക്ക് ഏത് ഡ്രസ്സിലാണോ നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഒരു ഡ്രസ്സ് എടുക്കാം. അതിൻ്റെ നെക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്യേണ്ട, ആം ഹോൾ ഷോൾഡർ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതും ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്ത് സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യണം. കണ്ടോ, ഇതാണ് സെൻറ്റർ പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിലും നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച ഈ ഒരു ഫാബ്രിക്കിലും സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തു. ശേഷം ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ ക്യാൻവാസ് വരുന്ന ഭാഗം മുകളിലായിരിക്കണം. ഈ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. സ്റ്റിച്ചിങ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ.